അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ ഈദുൽ ഫിത്ർ നമസ്കാരത്തിനും ഖുതുബക്കും വേണ്ടി ഈ പള്ളിയിൽ സംഗമിക്കാൻ ഭാഗ്യം ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മളെ കൂടെ ഒരുമിച്ച് കൂടിയ ആളുകൾ അവര് ഇന്ന് നമ്മോട് കൂടെ ഇല്ല. അടുത്ത വർഷം ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്കൊന്നും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ത്വാഅത്തിലായി അവനെ വഴിപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം സന്തോഷത്തോടെ റാഹത്തോടെ ഇസ്സത്തോടെ കൂടെ ജീവിക്കാൻ ആരോഗ്യത്തോടെ ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടുതലായി നീട്ടി പരത്തി സംസാരിക്കുന്നില്ല. എങ്കിലും നമുക്ക് ഈദുൽ ഫിത്ർ നൽകുന്ന ഒരു സന്ദേശം നമുക്കറിയാം. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ തലമുറ, വളർന്നു വരുന്ന തലമുറ ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരവും പള്ളിയിൽ വരവും എല്ലാം പലപ്പോഴും ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഭക്തി അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം ഉമ്മയോടും ഉപ്പയോടും പഠിപ്പിച്ച അധ്യാപകരോട് പോലും എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ ആദരവ് കാണിക്കണം എന്ന് പോലും അറിയാത്ത ഒരു തലമുറ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ഈ കാലത്ത് പ്രത്യേകമായി ഈദുൽ ഫിത്ർ പോലെയുള്ള ആഘോഷ ദിവസങ്ങളിൽ നമ്മുടെ മക്കൾ ഓരോ ദുഷ്പ്രവർത്തനങ്ങൾക്ക്, ദുസ്വഭാവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. നമുക്കറിയാം, ഒരു മാസക്കാലം നമ്മള് നോമ്പനുഷ്ഠിച്ച് തറാവീഹ് നമസ്കരിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നേടിയെടുത്ത ആ ഒരു ആത്മീയമായ ഒരു സംസ്കരണം, നമ്മുടെ ആത്മാവിനെ നമ്മൾ സംസ്കരിച്ചെടുത്തത്, അത് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു സമ്പ്രദായമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാവിധ ആപത്ത്, ബലാ, മുസീബത്തുകളിലും ഫിത്നകളിലും അല്ലാഹു തആല നമ്മെ, നമ്മുടെ മക്കളെയും കൂട്ടുകുടുംബങ്ങളെ ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ മക്കളുടെ പരമ്പരകളും അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, നമുക്കറിയാം, നമ്മള് ഇവിടെ ആഘോഷമാണ് എങ്കിലും വിദേശത്ത് നമ്മുടെ ഉപജീവന മാർഗമായി നമ്മൾ പോയി അവിടെ നിന്ന് അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നത് മിക്കവാറും GCC കൺട്രികളിൽ നിന്നാണ്, ഗൾഫ് നാടുകളിൽ നിന്നാണ്. അവിടെ ഇന്ന് ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയാണ്, യുദ്ധം കൊടുമ്പിരി കൊണ്ട ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരന്മാരൊക്കെ വളരെ പേടിയിലും ഭീതിയിലൊക്കെയാണ്. മുകളിലൂടെ മിസൈലുകളും മറ്റും പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത പേടിയിലാണ്. പല സഹോദരന്മാരും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന അവസ്ഥകൾ കേട്ടാൽ വല്ലാത്ത ഭയമാണ്. അപ്പോ നമ്മളൊക്കെ ചെയ്യേണ്ടത് അവരെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രത്യേകമായി നമ്മൾ നല്ല സമയങ്ങളിലൊക്കെ ദുആ ചെയ്യണം. ഒരിക്കലും അവിടെ നിന്ന് വന്ന സമ്പത്ത് കൊണ്ടാണ് ഇവിടെയുള്ള നമ്മുടെ സഹോദരിമാരും നമ്മുടെ മക്കളൊക്കെ ആർഭാടം കാണിക്കുന്നത്. അപ്പോ അതിലൊക്കെ അല്ലാഹുവിനെ മറക്കാതെ പ്രത്യേകമായി അവരെ നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണമെന്ന് ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. ഇന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി മലക്കുകളോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഇന്ന് നമുക്ക് സന്തോഷവും നമുക്ക് സമ്മാനവും അല്ലാഹു തആല നൽകുന്ന ദിവസമാണ്. ഫൈദാ ബറസൂ ഇലാ മുസല്ലാഹും യഖൂലു അല്ലാഹു അസ്സ വ ജല്ല ലിൽ മലായിക. മലക്കുകളോട് അല്ലാഹു തആല പറയും, നമ്മെ നോക്കിക്കൊണ്ട് പറയും, നമ്മൾ ഈ നിസ്കാരത്തിലേക്ക്, പള്ളിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പറയുന്ന മാ ജസാഉൽ അജീരി ഇദാ അമില അമല. ഒരു കൂലിക്കാരൻ ജോലിയെടുത്തു കഴിഞ്ഞാൽ അയാൾക്കുള്ള പ്രതിഫലം എന്താണ്? അപ്പോൾ മലക്കുകൾ പറയും, ഫതഖൂലുൽ മലായിക ഇലാഹനാ വസയ്യിദനാ ജസാഉഹു അൻ തുവഫിയഹു വജ്റഹു. ഒരാള് ഒരു കൂലിക്ക് വിളിച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ, എല്ലാം കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? ഒരു കൂലി കൊടുക്കുക തന്നെ, അതല്ലാതെ മറ്റെന്താണ്? യാ സയ്യിദന, അല്ലാഹുവിനെ വിളിച്ചിട്ട് പറയാണ്, ഇലാഹന, ഞങ്ങളുടെ ആരാധ്യനെ, ഞങ്ങളുടെ സയ്യിദ്, അതല്ലാതെ മറ്റെന്താണ്? ഖാല, അപ്പോൾ അല്ലാഹു തആല പറയും, ഫയഖൂൽ ഫഇന്നി മുശ്ഹിദുകും യാ മലായികതി, എൻ്റെ മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അന്നി ഖദ് ജഅൽതു സവാബഹും, ഞാൻ അവരുടെ പ്രതിഫലത്തെ മിൻ സിയാമിഹിം ശഹ്റ റമളാൻ വഖിയാമിഹിം, റമളാൻ മാസത്തിൽ അവർ നിന്ന് നമസ്കരിച്ചതും നോമ്പനുഷ്ഠിച്ചതുമായ അതിനുള്ള പ്രതിഫലം ഞാൻ അവർക്ക് നൽകി. റിളായ വ മഗ്ഫിറതി, പ്രതിഫലമായിട്ട് ഞാൻ നൽകുന്നത് എൻ്റെ പൊരുത്തവും എൻ്റെ മഗ്ഫിറത്തുമാണ് ഞാൻ നൽകുന്നത്. അതല്ലേ ഒരു മുഅ്മിനായ മനുഷ്യൻ കൊതിക്കുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് കൊതിക്കുന്നത് അതല്ലേ? അവിടുത്തെ പാപമോചനം, അവിടുത്തെ പൊരുത്തവും. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. നമ്മൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുന്നുണ്ട്.
സ്വർഗം എന്താണ്? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുമ്പോൾ അള്ളാഹു തആല സമ്മാനമായി നൽകുന്നതാണ്. ആ സമ്മാനത്തിന് വിധേയമാകുന്ന, ആ സമ്മാനം സ്വീകരിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അത് മലക്കുകൾ ഇത് കേൾക്കുമ്പോൾ സന്തോഷിക്കും. കാരണം ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ച് നിസ്കരിച്ച ഈ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുമ്പോൾ ആ ഒരു സന്ദർഭം അത് കേൾക്കുമ്പോൾ മലക്കുകൾ വളരെയധികം സന്തോഷിക്കും. ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകുന്നതിൽ അവർ സന്തോഷിക്കും, സന്തോഷ വാർത്ത അറിയിക്കും. റമദാനിൽ നിന്ന് അവസാനത്തെ നോമ്പ് തുറയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ ഇതാണ് ഫിത്ർ സക്കാത്ത് എന്നൊക്കെ പറയുന്നത്, അല്ലെ? ഫിത്ർ സക്കാത്ത് നമ്മൾ പറയുക നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിഫലവും ഈ സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്ന, നേടാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടുതൽ നീട്ടി പറയുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകമായി അറിയിക്കാനാണ്, നമുക്കറിയാം ഇന്ന് വളരെയധികം മുഅ്മിനീങ്ങളായ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി വിദഅത്തിന്റെ ആളുകൾ മുമ്പത്തേതിനേക്കാൾ ഉപരിയായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിലൂടെ ഒക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും, അല്ലെ? പെരുന്നാളും അതുപോലെ തന്നെ പെരുന്നാളിന്റെ നിസ്കാരവും അതുപോലെ തന്നെ ജുമയും ഒരുമിച്ച് കൂടിയാൽ ജുമയിൽ പങ്കെടുക്കണമെന്നില്ല. ജുമ എന്ന് പറഞ്ഞാൽ ഫർദ് ഐനായ സംഭവമാണ്. അതിവിടെ നാടന്മാരായ ആളുകൾക്ക് പോലും അറിയുന്നതാണ്. ഫർദ് ഐനാണ്, നമ്മൾ ചെയ്താൽ കൂടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ കാലത്ത് തന്നെ ജുമഅക്ക് വരിക, അതിനുവേണ്ടി തയ്യാറാവുക. ഇന്ന് പെരുന്നാളിന്റെ ദിവസമാണെന്ന് വിചാരിച്ച് ആകെ അതിന് മാത്രം ഒഴുകിയിട്ട് ജുമ ഒരിക്കലും ഒഴിവാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇത് സുന്നത്താണ്, അത് ഫർദാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ വഴി പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പല നിലക്കും യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആകമാനം നമുക്കറിയാം. നമ്മളൊക്കെ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. ഈ നോമ്പ് നമ്മൾ തുറക്കുന്നത് 2-3 മിനിറ്റ് മുമ്പ് ഇവരുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കണം. ആലോചിച്ചൊക്കെ അത്രയും നേരം നമ്മൾ പട്ടിണി കിടന്നത് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുക. 2-3 മിനിറ്റ് നേരത്തെ നോമ്പ് തുറന്നാൽ എന്താ ഉണ്ടാവുക? നോമ്പാണ് നഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ മുന്നിൽ നമ്മൾ പാത്രത്തിൽ ചോറ് വിളമ്പി വെച്ചിട്ട് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് മെയിൻ ചെയ്യണമെന്നില്ല. ഈ പാത്രത്തിലുള്ള ഭക്ഷണം കഴിയുന്നത് വരെ നമുക്ക് കഴിക്കാം. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് കൊള്ളാൻ കഴിയും. ഇങ്ങനെയുള്ള പോയത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും സ്വന്തമായിട്ടുണ്ടാക്കുന്ന മസാലകൾ, മനുഷ്യന്റെ ഇഷ്ടത്തിനും അതുപോലെ തന്നെ സുഖത്തിനും വേണ്ടിയിട്ട് മസാലകൾ വളച്ചൊടിക്കുക. ഇതിനല്ലല്ലോ ദുനിയാവ്. സുഖവും സന്തോഷവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം സ്വർഗത്തിലല്ലേ? അത് ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നിയമങ്ങളനുസരിച്ച് ജീവിക്കണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കുതന്ത്രങ്ങളിലൊന്നും നമ്മൾ പെട്ടുപോയത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് കൃത്യസമയത്ത് തന്നെ ജുമുഅക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.